നോക്ക്, എന്റെ മുമ്പിൽ ഇങ്ങനെ വന്നപ്പെട്ട വെച്ചേക്കില്ല ഞാൻ പറഞ്ഞേക്ക്. ഒരേ ബാച്ച് എന്നുള്ളത് ശരിയാ. ഇനി എങ്ങനെ ട്രാഫിക് വിളിച്ചാണ്ടല്ലോ ഞാൻ പറയണില്ല. ട്രാഫിക് AR സൈബർ എന്നൊക്കെ ആൾക്കാർക്ക് എന്താ മഹാരോഗം മാതിരിയാ. ഒരു ജാതക മീറ്റിംഗ് പറ്റും ഉണ്ടാവട്ടെ, അപ്പൊ അറിയാം ട്രാഫിക്കിന്റെ വില. താനേതാ? സബ് ഇൻസ്പെക്ടർ ജയശങ്കർ സാർ. സാർ കുറച്ചു മുമ്പ് വിളിച്ച് ജോയിൻ ചെയ്യാൻ പറഞ്ഞ. ഇരിക്കേ സർ. എന്താ സാർ? താനെന്തോ കുനിഞ്ഞേക്കുന്നത്? ബഹുമാനം കൊണ്ടാണ് സാർ. ഇങ്ങോട്ട് സാർ. എന്താണ് സാർ? അന്നൊരു ജ്വല്ലറിയിൽ വെച്ച് നമ്മൾ കണ്ടായിരുന്നു. ഏത് ജ്വല്ലറി? എന്തോന്ന് ജ്വല്ലറി? വെഡിങ് ആനിവേഴ്സറിയുമായിട്ട് ബന്ധപ്പെട്ട്. താനാ തൊപ്പിന്ന് മാറ്റിക്കേ. സർ. തൊപ്പി മാറ്റാൻ ഇല്ല സാർ. എന്താ? ഞാൻ ശവത്തിന് മുമ്പിൽ മാത്രമേ തൊപ്പി വരാറുള്ളൂ. സാറിന് നിർബന്ധമാണെങ്കിൽ വേണ്ട. സാർ, തന്നെ പോലെ ഒരാളെ അല്ല 2 പേരെ ഞാൻ കണ്ടു. ലോകത്ത് ഒരാളെ പോലെ 7 പേരുണ്ടെന്നല്ലേ സാറേ പറയാറ്? അപ്പൊ 5 പേരും കൂടെ വരാനുണ്ടോ? ഇല്ല സാർ. ഡിറ്റോ. ഓ, അതുപോലെ തന്നെ. എന്നാലും ഇത്രയും ഒരു സാമ്യം കാണും സാർ. സാമ്യം കാണും സാർ. ഈ ഉറുമ്പുകളെയും കാക്കകളൊക്കെ കണ്ടിട്ടില്ലേ? എല്ലാം ഒരുപോലെ വെലിക്കാക്ക വേറെയല്ലേ? ശരിയാ, ഫുൾ ബ്ലാക്ക്. ഡോ താൻ എന്നെ ലോജിക്ക് പറഞ്ഞ കൺഫ്യൂഷൻ ആണോ? ഇല്ല സാർ. താനെന്താ കളിക്കുട്ടിയോ? ഇല്ല സാർ. ഉറുമ്പും കാക്കയും. സാർ, ഞാൻ ഈ തൃക്കര സ്റ്റേഷൻ ഈ തൃക്കര സ്റ്റേഷൻ ഞാനൊന്ന് തൂത്ത് വൃത്തിയാക്കാൻ പോവുക. കാലത്തെ അവരൊന്ന് അടിച്ചു വാരി പോയുള്ളൂ. ഞാൻ തൂക്കലല്ല സാർ ഞാൻ ഉദ്ദേശിച്ചത്. ഈസ്റ്റ് സർക്കിളിൽ പൊതുവെ കള്ളന്മാരും ക്രിമിനൽസ് ഒക്കെ കൂടുതലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശാന്തിയും സമാധാനമുള്ള സ്ഥലങ്ങളല്ലേ ജനങ്ങൾ എന്നും ആഗ്രഹിക്കുന്നത്. അവിടെയാണ് സാർ പോലീസിന്റെ പ്രസക്തി. അതുകൊണ്ട് ഈ തൃക്കര ഞാനൊന്ന് വെടിപ്പാക്കാൻ പോവുക. സാറിന് അനുവാദം ഉണ്ടെങ്കിൽ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. വിത്ത് യുവർ പെർമിഷൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാർ? പ്ലീസ്. സാർ ഒരു സുന്ദരനാണ് സാർ. ഈ കവിളെന്താ സാർ ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നത്? ഈ 2 ഉറുമ്പുകളെ കണ്ടത് എനിക്ക് അല്ല വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. ഏത് കേസാ? ഒരു കുഴഞ്ഞ കേസാ. താൻ പോ. ഇതാവൻ തന്നെയാ. അങ്ങേര് കള്ളനോ പോലീസോ ആവട്ടെ, ഏട്ടൻ വന്ന് ഭക്ഷണം കഴിക്കേ. ഒരു പ്രശ്നത്തിൽ മനസ്സർപ്പിച്ചിരിക്കുന്ന ആൾക്ക് ഭക്ഷണം ഇറങ്ങില്ല. നീ ഇരട്ടകൾക്ക് സാദൃശ്യം ഉണ്ടാവാം. ഇതിപ്പോ അങ്ങനെയാണോ? ഒരുമാതിരി ഡബിൾ റോൾ പോലെ. അതെ, വെള്ളം അടിച്ച അങ്ങനെയൊക്കെ തോന്നും. അവനോട് കിടന്ന് ഉറങ്ങാൻ പറയണ്ടോ? ഏട്ടാ, ഈ SIയുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ പരിശോധിച്ചില്ലേ? എല്ലാ റെക്കോർഡ്സും വെരിഫൈ ചെയ്താ ഒക്കെ ഓക്കെയാ. കൃത്യമായ പോസ്റ്റിങ്ങും. അപ്പൊ പിന്നെ ബാക്കിയല്ല ഏട്ടന്റെ തോന്നല. എന്റെ എടുത്തി ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ ഏട്ടൻ ചെറുപ്പത്തിലെ എങ്ങനെയാ? ഒരല്പം എടുത്തു ചാട്ടം, ആവശ്യമില്ലാത്ത സംശയം, പിന്നെ കുറച്ചൊക്കെ മണ്ടത്തരോ. മണ്ടത്തരോ? ആർക്കടി മണ്ടത്തരം? അതിന് ദേഷ്യപ്പെടുന്ന എന്തിനാ? പക്ഷെ അവനെ പൊക്കും. അതിന് JCB കൊണ്ടുവരേണ്ടി വരും. ഇവൻ ആരുടെ മോനാടി? എന്തായാലും ഈ SI ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് എന്റേതായ രീതിയിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ശരി, നീ നോക്ക്. പക്ഷെ ഞാൻ വിചാരിച്ചോ അവൻ ഉറങ്ങിയ നടന്നത് തന്നെ. പട്ടിയില്ല, രക്ഷപ്പെട്ടു. എന്റെ പൊന്നു സാറേ, സീരിയല് കാണാൻ കേറിയതാണ് എന്റെ പൊന്നു സാറേ. മച്ചാനെ ഉള്ളിൽ കയറി. കൊള്ളാം, പോലീസിന്റെ വേഷത്തിൽ കക്കാൻ വന്ന കൊച്ചു കള്ളൻ. കലക്കേട്ടാ, ഇതൊക്കെ എവിടുന്ന് സംഘടിപ്പിച്ച് ബെസ്റ്റ് ആയിട്ടുണ്ട്. അയ്യോ, പണി പാളിന്നാ തോന്നണേ. ഇങ്ങോട്ട് വരാൻ തമാശക്കാണെങ്കിലും എനിക്ക് വേദന എടുത്തിട്ടാ. പറയടാ, എങ്ങനെയാടാ അതിനകത്ത് കയറിയത്? ഓ, ഒന്നും അറിയാൻ പറഞ്ഞ മച്ചാനെ. എങ്ങനെയാടാ? ജനാലയുടെ ചില്ല് നനഞ്ഞ തുണി കൊണ്ട് പൊത്തി കല്ലുകൊണ്ട് ഇടിച്ച് പൊട്ടിച്ചകത്ത് കയറി. കറക്റ്റ്. ഇതിനകത്ത് എങ്ങനെയാടാ കയറിയത്? ജനാലയുടെ അഴികള് കമ്പി കൊണ്ട് വളച്ച് പൂച്ച പതുങ്ങി കയറുന്ന പോലെ കയറി. കേട്ടില്ലേ എങ്ങനെയാണ് കള്ളന്മാരകത്ത് കയറുന്നത്? പണ്ടൊക്കെ ഓട് പൊളിച്ചായിരുന്നു കയറിയിരുന്നു. അതാകുമ്പോ ഇത്ര റിസ്ക് ഇല്ലേ? ഇതാണ് പറയുന്നത്, വാതിലിന്റെയും ജനലിലേക്ക് അടുത്ത് കുറച്ച് സ്റ്റീൽ പാത്രങ്ങൾ വെക്കുന്നത് നല്ലതാണെന്ന്. അത് മറിഞ്ഞിട്ടുള്ള ശബ്ദം കേട്ടാലും നിങ്ങൾക്ക് എണീക്കാലോ. സ്വന്തം കഞ്ഞില് പാറ്റിടല്ലേ മച്ചാനെ. സാർ കൃത്യസമയത്ത് എത്തിയല്ലോ. അതിന്റെ ഡ്യൂട്ടി അല്ലേ? എന്നാലും സാർ
ഇവൻ ഇവിടെ തന്നെ കയറുന്ന ഇത്ര കൃത്യമായിട്ട് സാറിന് എങ്ങനെ മനസ്സിലായി? അത് അതൊക്കെ ഞങ്ങൾ തമ്മിലുള്ള ഓരോ കളികളല്ലേ. അയ്യോ, ഈ ഇടക്കിടക്ക് കളിക്കണ അമ്മേ. സമ്മതിച്ചിരിക്കണം മച്ചാനെ, ഈ വേഷത്തിൽ നിന്നെ കണ്ട പോലീസുകാർക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല നീ കള്ളനാണെന്ന്. ഇങ്ങനെ വന്നത് നന്നായി, എനിക്കും മച്ചാനും രക്ഷപ്പെടാൻ പറ്റിയല്ലോ. നിനക്ക് നല്ല ബുദ്ധിയുണ്ട്. ഇനി തമാശ കളിക്കരുത്, ഞാനും പിടിച്ച് കുത്തുവേ. ഇനി സ്റ്റേഷൻ അതിർത്തിയില് നീയും നിന്റെ ഗ്യാങ്ങും ഒരു മുട്ടുസൂചിയെങ്കിലും മോട്ടിച്ചു എന്ന് അറിഞ്ഞ എന്റെ തങ്കച്ചൻ ആരുടെ പിടിച്ചകത്തിട്ടെ? പുതിയ എസ് ഐ തന്റെ പുതിയ SI കാണിച്ചു തരാൻ എല്ലാവനെ. ഇതൊക്കെ പൊളിച്ച്. ഹലോ. ആ, കൊള്ളാം കൊള്ളാം. എടാ നിനക്ക് ഒരു വാക്ക് പറയാൻ പാടില്ലായിരുന്നോ? നീ എന്റെ ആളാണെന്ന്. നീ ഇതിനകത്ത് തന്നെ കിടക്കാനാണോ പ്ലാൻ? പുതിയ SI എവിടെ? പോണ്ടാന്നോ? അപ്പൊ ഇതിനകത്ത് തന്നെ കിടക്കാനാണോ പ്ലാൻ? എനിക്കാരും പേടിയില്ല, ഞാൻ ഇപ്പൊ റെഡിയാക്കി തരാം. ആ, 2 വർത്താനം പറയട്ടെ. ഹലോ സാർ, ഐ ആം സേതുരാമൻ. കാക്കിക്കുള്ളിൽ കഷ്ടപ്പെടുന്നവർക്ക് സേവനം തുറപ്പ് ചീട്ടാക്കിയവൻ സേതു. കേസ് തികയ്ക്കാൻ പുള്ളികളെ വേണമെന്ന് പറഞ്ഞാൽ തുള്ളിക്കൊണ്ടുവരും സേതുവിന്റെ വക പുള്ളികൾ. അങ്ങനെ ഈ സേതുവിന്റെ സേവനങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈ സ്റ്റേഷൻ. ക്രിസ്തുമസ്, ഈസ്റ്റർ, ഓണം, വിഷു, എന്തിന് എല്ലാ 1-ാം തീയതിയും അണ്ണ വലിഞ്ഞിരിക്കുന്ന ഇവിടുത്തെ പോലീസുകാരുടെ തൊള്ളയിലേക്ക് കേസ് കണക്കിന് മദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സേതുരാമൻ. അതാവണമടാ പോലീസ്. പതിവുകളൊന്നും തെറ്റിക്കുന്നവനല്ല ഞാൻ. ഇതാ സ്ഥലം മാറി വന്ന SIക്ക് സേതുരാമന്റെ വക. അല്ല, നീയായിരുന്ന? അത് ശരി. സ്റ്റേഷനില് നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി നീ എന്താ SIയുടെ വേഷമൊക്കെ എടുത്തിട്ട് ആളാവുന്ന? അഴിച്ചു മാറ്റടാ ഈ പാന്റ് ഷർട്ടും ഒക്കെ. പെട്ടെന്നാവട്ടെ. അതെ, എനിക്ക് തരുന്ന സ്വാതന്ത്ര്യമൊന്നും എന്റെ കൂടെ ഉള്ളവർക്കൊന്നും കൊടുക്കല്ലേ കേട്ടാ. അത് പോട്ടെ, നീ എവിടെയായിരുന്നടാ ഇത്രയും നാള്? നിന്നെ ഫോൺ ചെയ്യുമ്പോ നീ അങ്ങും തൊടാത്ത വർത്തമാനമാണല്ലോ എടാ. ആ, അല്ലെങ്കിൽ അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. നീ ഷർട്ടും പാന്റ് ഒക്കെ വേഗം ഊരിയിടനിയാ. ആ, SI എവിടെ? SI എവിടെ? Where is the SI? എന്താടാ ഞാൻ ഇവിടെ നിൽക്കണ നിനക്ക് കണ്ടൂടാ? സാറല്ലേ എവൻ? മറ്റവനോ? എനിക്ക് അവന്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. നീ പോലീസുകാർക്ക് കൈക്കൂലി കൊടുക്കൂലടാ? നിർത്തി. നിങ്ങളോ? മേടിക്കുന്നത് ഞങ്ങൾ നിർത്തി സാർ. ഇപ്രാവശ്യത്തേക്ക് പോ. സാർ, ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ പൊറുക്കണം. സാറിന്റെ മാതാപിതാക്കൾ ആരെങ്കിലും എപ്പോഴെങ്കിലും കൃഷ്ണപുരം വഴി പാസ് ചെയ്തിട്ടുണ്ടോ? എന്താ സൂര്യ നമസ്കാരം ചെയ്തതാ. അങ്ങനെ സമയം സന്ദർഭമൊന്നുമില്ല, എപ്പോ വേണോ ചെയ്യാം. സംശയം ഉണ്ടെങ്കിൽ നീ അകത്തോട്ട് ചെന്നാ മതി. തീർച്ചയായും ഇത് ജയനെ വിളിച്ചിട്ട് പറയാം, ബാക്കി അവൻ നോക്കിക്കോളും. ഹലോ. എടാ ജയ, ഇത് നിന്റെ വലിയേട്ടനാടാ. എന്താ വലിയേട്ടാ? ഒരാഴ്ചക്കകം വരാന്ന് പറഞ്ഞിട്ട് നീ ഇപ്പൊ എവിടെയാ? എടാ പിന്നെ ഇവിടെ തൃക്കര സ്റ്റേഷനിലെ നിന്നെ പോലൊരു SI ചാർജ് എടുത്തിരിക്കാടാ. നിന്നെ പോലെ തന്നെ. വലിയേട്ടാ, അവനെ എനിക്കറിയാം. ആള് ഭയങ്കരനാ. അവന്റെ കൺമുമ്പിലെങ്ങാനും ചെന്ന് പെട്ടേക്കല്ലേ? അയ്യോ, പെട്ടു. നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. നീ ഇപ്പൊ എവിടെയാ ഉള്ളേ? ഞാൻ നാട്ടിലാ. ഞാൻ ഉടനെ എത്താം. വണ്ടി എടുക്കട്ടെ. ആദ്യം നീ എന്നെ എടു, പിന്നെ വണ്ടി എടുക്കാം.